Yesterday we discussed My Sister's Shoes by Majid Majidi. Okay, the last day we discussed that Ali turns go to his home when the shopkeeper said to him that yes, your account has reached its limit and she should pay at least part of it. Till we discussed the previous class. Can you continue the remaining part that is the last part? വിദ്യാർത്ഥികളെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറയുന്ന ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ തുടങ്ങിയിരുന്നു, തിരക്കഥ തുടങ്ങി. മജീദിയാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ കഥാപാത്രങ്ങൾ പരിചയപ്പെട്ടു. അലിയും അക്ബറുമാണ് കഥാപാത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ടത്. ഇപ്പോൾ അലി സാധനം വാങ്ങിക്കൊണ്ട് വരുന്നു, റൊട്ടിയും അതോടൊപ്പം തന്നെ ഷൂസൊക്കെ ശരിയാക്കി വരികയാണ്. അങ്ങനെ ഒരു കടയിൽ മറന്നു വയ്ക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതേസമയം ഒരു കടയിൽ നിന്ന് കയറിയിട്ട് വെജിറ്റബിൾസിൽ നിന്ന് പച്ചക്കറി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ അത് പറ്റിലെഴുതാൻ വേണ്ടി പറയുന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ പരിധിയിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിൻ്റെ അമ്മയോട് അല്ലേ കുറച്ചെങ്കിലും അതിൻ്റെ ഭാഗം അടയ്ക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. ഓക്കെ, can let us start the remaining part, the next part of this script. Okay, come on. Cut to view from outside the shop. ഷോപ്പിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയിലേക്കാണ് പോകുന്നത്. നോക്കാം. Yes, come on, look at that. He goes to the pile of boxes in front of the shop and picks the bundle of none and then looks for the bag of shoes. അങ്ങനെ അവൻ പുറത്തേക്ക് നടന്നു. തൊട്ടടുത്ത് കടയുടെ മുൻപിൽ കുറച്ച് പെട്ടികളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനടുത്തേക്ക് നടന്നു പോവുകയാണ്. എന്നിട്ട് തൻ്റെ ആ റൊട്ടിയുടെ ആ ഭാണ്ഡക്കെട്ട് അവൻ എടുക്കുന്നു. അതിന് ശേഷം അവൻ ഷൂസിൻ്റെ ആ ഒരു ബാഗ് തിരയുകയാണ്, നോക്കുകയാണ്. Unable to find it, he places the bag of none atop the vegetables boxes and begins to search underneath. പക്ഷേ അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ബാഗ് എന്ത് ചെയ്തു? ഏറ്റവും മുകളിലാണ് വെജിറ്റബിൾ ബോക്സിൻ്റെ പച്ചക്കറി വെച്ചിരുന്ന ആ ബോക്സിൻ്റെ ഏറ്റവും മുകളിലായിരുന്നു അത് വെച്ചിരുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്തു? എല്ലായിടത്തും തിരഞ്ഞു, പ്രത്യേകിച്ച് താഴെ അല്ലേ, പെട്ടികൾക്ക് ഇടയിലും അടിയിലും താഴെ തിരയുകയാണ്. First he puts his hand and then his head in the gap between the boxes of vegetables. Okay, which upset them all. അങ്ങനെ അവൻ ആദ്യം തൻ്റെ കൈയിട്ട് നോക്കി ബോക്സിൻ്റെ ഇടയിലേക്ക്, പിന്നീട് അവൻ്റെ തലയിട്ടു ആ ഗ്യാപ്പിലേക്ക്, ബോക്സുകളുടെ ഗ്യാപ്പിലേക്ക് തലയിട്ടു, കൈയിട്ടു. അങ്ങനെ ഇട്ടപ്പോൾ വിച്ച് അപ്സെറ്റ് ദം ഓൾ, അപ്പം അതെല്ലാം എന്ത് ചെയ്തു? മറിഞ്ഞു വീണു. The vegetable boxes tumble and vegetables scatter on the ground. അങ്ങനെ എല്ലാം വാരി വിതറിയ പോലെ ആ ബോക്സ് അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ വാരി വിതറിയ പോലെ നിലത്തിങ്ങനെ ചെതറി കിടക്കുകയാണ്. ഓൺ ഹിയറിങ് ദ സൗണ്ട് അക്ബർ കംസ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ കടക്കാരൻ അക്ബർ എന്ത് ചെയ്തു? ഈ ശബ്ദം കേട്ടുകൊണ്ട് ഓടി വരികയാണ്. റണ്ണിങ് ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ് ആൻഡ് സീസ് ദ വെജിറ്റബിൾ സ്റ്റോൺ ഓൺ ദ ഗ്രൗണ്ട്. അദ്ദേഹം അകത്തു നിന്ന് ശബ്ദം കേട്ടിടത്തേക്ക് ഓടി വരുന്ന സമയത്ത് കാണുന്നത് പച്ചക്കറികൾ വാരി വെതറിയ നിലയിലിനെ കാണുകയാണ്. അക്ബർ annoyed, what the hell are you doing? Why did you spill this? Are you crazy? അക്ബർ കടക്കാരൻ പറയാണ് വർദ്ധിച്ച ദേഷ്യത്തോടെ, annoyed, വർദ്ധിച്ച ദേഷ്യത്തോടെ അദ്ദേഹം പറഞ്ഞു, നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ അല്ലേ? എല്ലാം ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കാൻ നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അലി ലുക്കിംഗ് അറ്റ് ഹിം വിത്ത് ഗിൽറ്റ്. ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ നമ്മുടെ കടക്കാരൻ എന്തൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ അലി ഇങ്ങനെ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് കുറ്റബോധത്തോടെ നിൽക്കുകയാണ്. മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹാവ് ഡിസപ്പിയർഡ്. എൻ്റെ അനുജത്തിയുടെ ഷൂസ് ഇവിടെ കാണുന്നില്ല അല്ലേ. അക്ബർ ഗെറ്റ് ലോസ്റ്റ്, ബീറ്റ് ഇറ്റ്. അപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് വീണ്ടും പറയണം, പോയി തൊലയ്, ഇവിടുന്ന് ഓടിപ്പോവ് അല്ലേ, വേണമെങ്കിൽ ഓടിപ്പോയിക്കോ എന്ന രൂപത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയണം. അലി ഐ ലെഫ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹിയർ. അലി പറഞ്ഞു, എൻ്റെ അനുജത്തിയുടെ ഷൂസ് ഇവിടെ ഞാൻ വച്ചിരുന്നു, അതിപ്പോൾ കാണുന്നില്ല എന്ന് പറയണം. Akbar, I said get lost. Banks is fished on the pile of boxes.
ഓക്കെ, അക്ബർ എന്ത് ചെയ്തു? അദ്ദേഹം അല്ലേ ഓടിപ്പോയിക്കോ, അല്ലേ പോയി തൊലയെന്ന് വീണ്ടും അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ മുഷ്ടി ഉറക്കെ അദ്ദേഹം എന്ത് ചെയ്തു? കൂട്ടിവെച്ചിരിക്കുന്ന ആ ബോക്സ് പെട്ടികളിൽ അമർത്തി അല്ലെങ്കിൽ ഉറക്കെ അടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ പൊയ്ക്കോ, ഓടിപ്പോയിക്കോ എന്ന് പറയുന്നു. അലി റൺസ് എവേ സ്കയേർഡ്. അവൻ പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പേടി വന്നു, പേടി കൊണ്ട് ഓടിപ്പോയി. ഓക്കെ, സീൻ 4. അലീസ് ഹൗസ്. അലിയുടെ വീട്. Middle distance shot of Ali and his sister Zara reading their textbooks kneeling on the mattress. അങ്ങനെ മിഡിൽ ഡിസ്റ്റൻസ്, ഒരു മധ്യത്തിൽ നിന്നുള്ള ചെറിയൊരു അകലത്തിൽ ഉള്ള ഒരു ഷോട്ടാണ്. അവിടെ അലിയും അലിയുടെ സഹോദരി സാറയും ടെക്സ്റ്റ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുട്ടുകുത്തിയിട്ടാണ്, കിടക്കയിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ടാണ് അവരിങ്ങനെ വായിക്കുന്നത്. എ ബേബീസ് ക്രൈ ഈസ് ഹിയേർഡ് ഫെയിൻലി ഓൺ ദ സൗണ്ട് ട്രാക്ക്. ഇതേ സമയം ഒരു കുട്ടിയുടെ കരച്ചിൽ, മങ്ങിയ നേരിയ രീതിയിലുള്ള കുട്ടിയുടെ കരച്ചിൽ ഇങ്ങനെ പശ്ചാത്തലത്തിൽ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ദ ക്യാമറ ക്ലോസസ് ഇൻ ഓൺ സാറ ഹൂ ഈസ് റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക് മംബ്ലിംഗ് ദ വേർഡ്സ് ആസ് ഷീ റൈറ്റ്സ്. അപ്പോൾ അവളിങ്ങനെ പെറുപിറുത്തുകൊണ്ട്, അല്ലേ, അസ്പഷ്ടമായിക്കൊണ്ട് അവളിങ്ങനെ എഴുതുന്നുണ്ട്, അല്ലേ, അവളുടെ നോട്ട്ബുക്കിൽ ഇങ്ങനെ സാറ എഴുതുകയാണ്. ആ എഴുതിയ കാര്യം ഇതാണ്: അലി ഹൗ ആം ഐ ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ഷൂസ്. അലി, ഞാൻ എങ്ങനെയാണ് ഷൂസ് ഇല്ലാതെ ഞാൻ സ്കൂളിലേക്ക് പോവുക എന്ന കാര്യമാണ് നോട്ട്ബുക്കിൽ അവൾ പെറുപുറത്തുകൊണ്ട് എഴുതിയത്. ദ ക്യാമറ മൂവ്സ് ബാക്ക് ടു മിഡിൽ ഡിസ്റ്റൻസ്. നൗ ബോത്ത് സാറ ആൻഡ് അലി ആർ ഇൻ ദ ഫ്രെയിം. അകലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്ക് ടു മിഡിൽ ഡിസ്റ്റൻസ്, കുറച്ചുകൂടെ ബാക്കിലേക്ക്, പ്രവേശത്തേക്ക്, അകലേക്ക് അതിങ്ങനെ പോവുകയാണ്. നൗ ബോത്ത് സാറ ആൻഡ് അലി ആർ ഇൻ ദ ഫ്രെയിം ഇൻ ദെയർ പാരൻസ്. ഫ്രെയിമിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് ഈ ഒരു ഫ്രെയിമിൽ. ദെയർ പാരൻസ് കോൺവെർസേഷൻ ഓൺ ദ അതർ എൻഡ് ഓഫ് ദ റൂം ഈസ് ഹിയർഡ് ഓൺ ദ സൗണ്ട് ട്രാക്ക്. ഇപ്പോൾ ഈ ഒരു സംസാരത്തിനിടയിൽ അവരുടെ രക്ഷിതാക്കളുടെ, ഉമ്മയുടെയും ഉപ്പയുടെയും ശബ്ദം, സംസാരിക്കുന്ന ശബ്ദം, സംഭാഷണത്തിൻ്റെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. ഇൻ്റർപ്രറ്റ്സ് വിത്ത് ദ സൗണ്ട് ഓഫ് എ ഹാമർ ഹാങ്ങിങ്. ആ ശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ്? സംഭാഷണം കേൾക്കുന്നത് ഹാമർ ഇങ്ങനെ ഇട്ടടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഇടകലർന്ന ശബ്ദമായിട്ടാണ് അവിടെ കേൾക്കുന്നത്. ഇൻ്റർസ്പേഴ്സ്, ചിതറിയ, ഇടകലർന്ന. ഓക്കെ, മദർ ഓഫ് സ്ക്രീൻ. ഇപ്പം അമ്മ പറയാണ് ഓഫ് സ്ക്രീൻ എന്ന് വെച്ചാൽ സ്ക്രീനിൽ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ്, എന്ന് വെച്ചാൽ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓഫ് സ്ക്രീനാണ്, സ്ക്രീനിലേക്ക് കറക്റ്റ് തെളിഞ്ഞു വരുന്നില്ല. ഗോ ടു യുവർ കമ്പനി സ്റ്റോർ ടുമോറോ വി വോണ്ട് ഹാവ് എനി ഫോർമുല ലെഫ്റ്റ്. ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയിലേക്ക് നാളെ പോവുക, മാത്രമല്ല കുട്ടിയുടെ ബേബി ഫുഡ് കഴിഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ പോകണം എന്ന് പറയണം. സാറ പാസസ് ഹർ നോട്ട്ബുക്ക് ടു അലി. ഇങ്ങനെ സംസാരത്തിനിടയിൽ ഇവിടെ സാറ അലിക്ക് ബുക്ക് കൈമാറുകയാണ്, ബുക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പുറത്ത് ആരിക്കുന്നുണ്ട്? ആരെ കാണുന്നുണ്ട്? സാറയുടെ ഫാദറേയും മദറേയും കാണുന്നുണ്ട്. അപ്പോൾ ഫാദർ ഡോൺ വഴി, ഓക്കെ, പേടിക്കണ്ട, അല്ലേ, വാങ്ങാമെന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയണം. ഫാദർ ഓഫ് സ്ക്രീൻ. റഹീം അക്കാസ് വൈഫ് ഹാഡ് എ സ്ലിപ്ഡ് ഡിസ്ക് സർജറി മെയ്ഡ് ഇറ്റ് വേഴ്സ്. ഇപ്പോൾ പറയാണ് അച്ഛൻ. റഹീം സക്കാസ് വൈഫ്, റഹീം കാക്കയുടെ ആ ഭാര്യയ്ക്കും ഇതേപോലെ നടുവുളുക്ക് ഉണ്ടായിട്ടുണ്ട്, നടുവുളുക്കിയിട്ടുണ്ട്. അവർക്ക് ഇതേപോലെ സർജറി, അല്ലേ, ചെയ്തു. പക്ഷേ ഇത് കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് എന്ന് അച്ഛൻ അമ്മയോട് പറയാം. alternate close-ups of Ali and Zara listening to their parents' conversation and looking at each other. അലിയും സാറയും തങ്ങളുടെ രക്ഷിതാക്കൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, അതേസമയം അവർ പരസ്പരം നോക്കുന്നുണ്ട്. ഇതിൻ്റെ ദൃശ്യം ക്ലോസപ്പായിട്ട് തൊട്ടടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ്. Cut to middle distance shot of mother lying on a bed towards the left of the frame. ഈ സമയം കുറച്ച് അകലേക്ക് ഇതിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ക്യാമറ. ഈ സമയത്ത് അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഉമ്മ ഒരു കിടക്കൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അല്ലേ? അതേസമയം ഇടതുഭാഗത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു ഭാഗം. ഫാദർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ ബിയോണ്ട് ദ ബെഡ് നിയർ ദ വാൾ. ഇതേ സമയം അച്ഛൻ തൊട്ടപ്പുറത്ത്, ബെഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചുമരിനോട് ചാരി അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ചോപ്പിംഗ് വുഡൻ ഫ്രിൻസ് വിത്ത് എ ഹാമർ ഓൺ എ ബ്ലോക്ക്. അപ്പം അങ്ങനെ കട്ടിയ കാഠിന്യമുള്ള ഒരു
എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബ്ലോക്കിൽ കട്ടിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ബിഹൈൻഡ് ഹിം ആർ 2 ledges ഓൺ വിച്ച് ആർ സീൻ സം വെസൽസ് ആൻഡ് ക്ലോത്ത്സ്. അദ്ദേഹത്തിൻ്റെ പിറകിൽ 2 അടുക്കുകൾ, തട്ടുകളുണ്ട്, നിരയിലുണ്ട്. ആ നിരയിൽ എന്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പാത്രങ്ങളും വസ്ത്രങ്ങളും വെച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. ഫാദർ, യു ഷുഡ് ലേൺ ടു ലീവ് വിത്ത് ഇറ്റ്. തീർച്ചയായിട്ടും നിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നീ ജീവിക്കാൻ പഠിക്കണമെന്ന് അച്ഛൻ പറയാണ്. കട്ട് ടു ക്ലോസ് അപ്പ് ഓഫ് അലി റീഡിങ് ഫ്രം ദ ബുക്ക് സാറ ഹാസ് പാസ്ഡ് ഓൺ ടു ഹിം. ഈ സമയത്ത് അലി ഇങ്ങനെ പുസ്തകം വായിക്കുന്നുണ്ട്. സാറ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് അപ്പ് അലി റീഡിങ് ഫ്രം ദ ബുക്ക് സാറ ഹാസ് പാസ്ഡ് ഓൺ ടു ഹിം. അപ്പോൾ അലി ഇങ്ങനെ സാറ കൈമാറിയ ആ പുസ്തകം ഇങ്ങനെ വായിക്കുകയാണ്. അലി ആ വായിക്കുന്ന ആ ഭാഗം ഇങ്ങനെ ക്ലോസപ്പ് ആയിട്ട് കാണിക്കുകയാണ്. മദർ ഓഫ് സ്ക്രീൻ, വാട്ട് ഡു യു വാണ്ട് ടു മീ ടു ഡു നത്തിങ് ഓൾ ഡേ. നിങ്ങളെന്താണ് എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിവസങ്ങൾ അത്രയും ഒന്നും ചെയ്യേണ്ട എന്നാണ് നിങ്ങൾ കരുതുന്നത്, വിചാരിക്കുന്നത് എന്ന് അമ്മ പറയാണ്. അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട് ബുക്ക്. ഈ സമയത്ത് വീണ്ടും അലി എന്ത് ചെയ്യുന്നുണ്ട്, ബുക്ക് കിട്ടി ആൻഡ് വീണ്ടും നോട്ട് ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഫാദർ ഓഫ് സ്ക്രീൻ, വെൽ ദ ഡോക്ടർ ഹാസ് ഫോർബിഡൻ വർക്ക്. അങ്ങനെ ഫാദർ പറഞ്ഞു, കൊള്ളാം, അതായത് നീ ജോലി ചെയ്യുന്നത് ഡോക്ടർ വിലക്കിയിരിക്കുന്നു, വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അച്ഛൻ പറയണം. അലി റൈറ്റ്സ്, യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ് മംബ്ലിങ് ദ വേർഡ്സ് ആസ് ഹി റൈറ്റ്സ്. അവൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പിറുവിറുക്കുന്ന കാര്യം ഇതാണ്, എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. അലി റൈറ്റ്സ്, യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ്. നീ ചെരുപ്പ്, പാദരക്ഷ ധരിച്ച് നീ സ്കൂളിലേക്ക് പോയിക്കോളൂ. ആൻഡ് പാസ് ദ നോട്ട് ബുക്ക് ടു സാറ. ഈ എഴുതിയ കാര്യം അവൾക്ക് കൈമാറാണ്. ക്ലോസ് അപ്പ് ഓഫ് ദ നോട്ട് ബുക്ക്. അവൻ എഴുതിയ ആ ഒരു നോട്ട് ബുക്കിൻ്റെ തൊട്ടടുത്തുള്ള ദൃശ്യം ക്യാമറയിൽ കാണുകയാണ്. മദർ ഓഫ് സ്ക്രീൻ, കൊക്കാബ് ഖാനോം സിസ്റ്റേഴ്സ് ഹാഡ് സർജറി ആൻഡ് ഷീസ് ഫൈൻ. അപ്പോൾ അമ്മ എന്തു പറയാണ്, കൊക്കബ് ഖാനോംസ് സിസ്റ്റർ ഹാഡ് സർജറി. അപ്പോൾ കൊക്കബ് ഖാനോമിൻ്റെ സിസ്റ്റർ മകൾക്ക് ഇതേപോലെ സർജറി അല്ലേ, അവർക്ക് ഇതേപോലെ ഡിസ്കിൻ്റെ പ്രശ്നമാണ്, അവർക്ക് സർജറി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷേ അവരിപ്പോൾ നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ അല്ലേ സുഖം പ്രാപിച്ചു വരുന്നുണ്ടല്ലോ എന്ന രൂപത്തിൽ അമ്മയും വിട്ടുകൊടുക്കാതെ പറയാണ്. ഓക്കെ, ഇപ്പോൾ എതിർത്തുകൊണ്ട് പറയാണ്. അപ്പോൾ ഇവിടെ കാണാം എന്താണ്, അച്ഛൻ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിനുള്ള ഒരു സാധാരണ കുടുംബമായതുകൊണ്ട് അതിനുള്ള ഒരു ശേഷിയില്ല, അതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്, വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ സാന്ത്വനപ്പെടുത്തുകയാണ്. പക്ഷേ അമ്മ എന്ത് ചെയ്യുന്നില്ല, എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണ്, അതിന് തയ്യാറാവുന്നില്ല. എങ്ങനെയെങ്കിലും സർജറി ചെയ്യണമെന്നാണ് അമ്മയുടെ ഭാഗം. ഓക്കെ, കട്ട് ടു ക്ലോസ് അപ്പ് ഓഫ് സാറ ടേക്കിംഗ് ദ നോട്ട് ബുക്ക് ആൻഡ് റീഡിങ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ഇറ്റ്. അപ്പോൾ ഈ സമയത്ത് അലി ക്ലോസ് അപ്പ് ടു ഓഫ് സാറ ടേക്കിംഗ് ദ നോട്ട് ബുക്ക് ആൻഡ് റീഡിങ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ഇറ്റ്. അലി എഴുതിയത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ നോട്ട്ബുക്ക് നോക്കുന്നു. ആ നോക്കുന്ന കാര്യം ക്ലോസപ്പായിട്ട് നോട്ട്ബുക്കിൻ്റെ ആ ഒരു ഭാഗവും നോക്കുന്ന ഭാഗമായിട്ട് ക്ലോസപ്പായിട്ട് അടുത്തായിട്ട് കാണിച്ചിരിക്കുന്നു. ഫാദർ ഓഫ് സ്ക്രീൻ, ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. നീ എപ്പോഴും അതിനെക്കുറിച്ച്, സർജറിയെക്കുറിച്ച് നീ ഇങ്ങനെ ചിന്തിക്കരുത്. ഇടത്തരമായിട്ടുള്ള കുടുംബമാണ്, അത് നിറവേറ്റാനുള്ള പണം അവിടെ കയ്യിലില്ല. അപ്പോൾ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് അച്ഛൻ ഇവിടെ ചെയ്യുന്നത്. അൾട്ടർനേറ്റ് ക്ലോസ് അപ്സ് ഓഫ് സാറ ആൻഡ് അലി ലുക്കിംഗ് അറ്റ് ഈച്ച് അതോ. അവർ പരസ്പരം നോക്കുന്നതിൻ്റെ ആ ദൃശ്യം തൊട്ടടുത്ത് ക്ലോസപ്പ് അടുത്തായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ഫാദർ ഓഫ് സ്ക്രീൻ, ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം ക്രിപ്പിൾഡ്. അപ്പം അച്ഛൻ പറയണേ, നീ ഒരിക്കലും മുടന്തിയായി തീരരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കട്ട് ടു ക്ലോസ് അപ്പ് സാറ റൈറ്റിംഗ് ഇൻ ദ നോട്ട് ബുക്ക്. ഈ സമയത്ത് ക്ലോസപ്പ് തൊട്ടടുത്തുനിന്ന് സാറ എഴുതുന്നത്, നോട്ട്ബുക്കിൽ സാറ എഴുതുന്ന കാര്യം ഇങ്ങനെ തൊട്ടടുത്ത് കാണിക്കുകയാണ് ക്യാമറയിൽ. മംബ്ലിങ് ആസ് ഷീ റൈറ്റ്സ്, അവളിങ്ങനെ പ്രവൃത്തികൊണ്ട് പറയുന്നുണ്ട്. അലി, യു ഹാവ് സം നൗ, യു ലോസ്റ്റ് മൈ ഷൂസ്. അലി, നിനക്ക് കുറച്ച് കുസൃതി ധൈര്യം കൂടിയിട്ടുണ്ട് അല്ലേ, നീ എൻ്റെ ഷൂസ് കളഞ്ഞിരിക്കുകയാണ്. ഐ വിൽ ടെൽ ഡാഡ്, ഞാൻ നമ്മുടെ അച്ഛനോട് പറയും അല്ലേ, ഞാൻ നമ്മുടെ അച്ഛനോട് പറയും. ക്യു ക്ലോസ് അപ്പ് ഓഫ് അലി ലുക്കിംഗ് അറ്റ് സാറ. ഈ സമയത്ത് അലി ഇങ്ങനെ സാറയെ നോക്കുന്നുണ്ട്. ആ നോക്കുന്ന ദൃശ്യം തൊട്ടടുത്ത് ക്ലോസപ്പായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഷീ പാസസ് ദ നോട്ട് ബുക്ക് ടു അലി, ക്ലോസ് അപ്പ് ഓഫ് ദ നോട്ട് ബുക്ക്. അപ്പം അങ്ങനെ അവളിങ്ങനെ അലിക്ക് കൈമാറുന്നു. നോട്ട്ബുക്ക് എഴുതിയത് എന്താ എഴുതിയതെന്ന് അറിയാൻ വേണ്ടി ആ എഴുതിയ നോട്ട്ബുക്ക് അലിക്ക് കൈമാറുന്നു. ആ കൈമാറുന്ന ദൃശ്യം ക്ലോസപ്പായിട്ട് കൊടുത്തിരിക്കുന്നു. യെസ്, ദ കോൺവെർഷൻ ഓഫ് ദെയർ പാരൻസ് കണ്ടിന്യൂസ് ഓൺ ദ സൗണ്ട് ട്രാക്ക്, നൗ ലെസ് ഓഡിബിൾ
interspersed by the beat of the hammer on the block. Close-up of Ali writing in the notebook. ഈ സമയത്ത് ഇവിടെ രക്ഷിതാക്കളുടെ അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും സംഭാഷണം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ശബ്ദം ഇങ്ങനെ കുറച്ച കേൾക്കുന്നത് ഇടകലർന്ന രൂപത്തിലാണ്. ഇൻ്റർപേഴ്സ്ഡ് ബൈ ദ ബീറ്റ് ഓഫ് ദ ഹാമർ എന്ന് വെച്ചാൽ ഹാമർ ഇങ്ങനെ അടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദവും ഇവിടെ സംഭാഷണം ഇടകലർന്ന രീതിയിൽ പതുങ്ങിയ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. എഴുതുന്ന ആ ദൃശ്യം ക്ലോസപ്പായിട്ട് ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, 2 close-ups of father working on the other end of the room looking at the camera, interspersed with close-ups Ali and Zara and middle range shot showing them. ഈ സമയത്ത് 2 close-ups of father working on the other end, തൊട്ടടുത്ത് അല്ലേ, അങ്ങേയറ്റത്ത് ഇരിക്കുന്ന അച്ഛൻ്റെയും ക്ലോസപ്പ് ഷോട്ട്, ജോലി ചെയ്യുന്ന അച്ഛൻ്റെയും ക്ലോസപ്പ് ഷോട്ട് കാണിക്കുന്നുണ്ട്. അങ്ങേയറ്റത്തിരിക്കുന്ന അച്ഛൻ്റെ ആ ഒരു ക്ലോസപ്പ് ഷോട്ട് കാണുന്നുണ്ട്. മാത്രമല്ല അലിയും സാറയും മിഡിൽ റേഞ്ച് ഷോട്ടിൽ അവരിങ്ങനെ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ള കാണിക്കുന്ന ആ ഒരു മിഡിലായിട്ടുള്ള റേഞ്ചിലുള്ള ഷോട്ടും അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അച്ഛൻ്റെയും അതുപോലെ ഇവിടെ പ്രവർത്തനങ്ങളും പരസ്പരം രണ്ടും ഇടകിടന്ന രീതിയിൽ അത് രണ്ടും ഒരുമിച്ച് കാണിക്കാം. അലി റൈറ്റ്സ് ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു സാറ. അലി എഴുതി നോട്ട്ബുക്കിൽ, അത് സാറയ്ക്ക് കൈമാറാണ്, അവൾക്ക് നൽകുന്നു. Zara reads what Ali has written in the notebook in a whisper. Zara, if you tell Dad, he will beat both of us because he doesn't have money to buy you a pair of shoes. അപ്പോൾ അലി എന്താണ് എഴുതിയത് എന്നുള്ളത് സാറ വായിക്കുകയാണ്. ഒന്നുമല്ല, നോട്ട്ബുക്കിൽ എഴുതിയുള്ളതാണ്. അവൾ പ്രവൃത്തുകൊണ്ട് പതുങ്ങിയ ശബ്ദത്തിൽ അലി എഴുതിയത്, നോട്ട്ബുക്കിൽ എഴുതിയ കാര്യം വായിക്കുകയാണ്. എന്താണ് എഴുതിയുള്ളത് അലി? Zara, if you tell Dad, he will beat both of us. അല്ലേ, നീ നമ്മുടെ അച്ഛനോട് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മൾ രണ്ടുപേരെയും തല്ലും. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ പുതിയ ഒരു ജോഡി അല്ലേ ഷൂസ് വാങ്ങാനുള്ള ക്യാഷ്, പണം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നമ്മളെ രണ്ടുപേരെയും തല്ലും അല്ലേ എന്ന് പറയണം. Zara writes, then what should I do in the notebook and passes it to Ali. സാറ വീണ്ടും എഴുതിയ കാര്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക അല്ലേ, പിന്നെ എന്താണ് ഞാൻ ചെയ്യുക എന്ന് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് അലിക്ക് കൈമാറണം. അലി റൈറ്റ്സ്, യു ക്യാൻ വിയർ മൈ സ്നീക്കേഴ്സ് ആൻഡ് പാസസ് ദ നോട്ട്ബുക്ക് ബാക്ക്. അപ്പോൾ നീ എൻ്റെ ഒരു തരം കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ ഒരു ഷൂസാണ് സ്നീക്കേഴ്സ്, അപ്പോൾ അത് നീ ധരിച്ചോളൂ അല്ലേ, അത് നീ ധരിച്ചോ എന്ന് എഴുതിയിട്ട് അത് വീണ്ടും തിരിച്ച് ആർക്ക് കൈമാറുകയാണ്? സാറയ്ക്ക് തന്നെ അലി കൈമാറുകയാണ്. Zara writes, I will wear them when you are back from school. നീ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് ഞാനത് ധരിച്ചോളാം എന്ന് അവളും മറുപടി എന്ന രൂപത്തിൽ തിരിച്ച് അലിക്ക് നോട്ട്ബുക്കിൽ എഴുതുന്നു. അപ്പോൾ എഴുതിയ ഈ മറുപടി അലിക്ക് കൈമാറുകയാണ് സാറ. During the passing of the notebook back and forth, only the notebook in close-up and hands are visible in the frame. ഈ സമയത്ത് അവരിങ്ങനെ കൈമാറുന്നുണ്ട്, നോട്ട്ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. ഈ നോട്ട്ബുക്ക് ഇങ്ങനെ കൈമാറുന്ന ദൃശ്യം, അവരുടെ കൈകളുടെയും ദൃശ്യം അവിടെ കാണാം. അത് ക്ലോസപ്പായിട്ടാണ് ക്യാമറയിൽ കാണുന്നത്. ക്ലോസപ്പ് ഓഫ് സാറ റൈറ്റിംഗ്, ദ സ്റ്റബ് ഓഫ് ഹെർ പെൻസിൽ ബ്രേക്സ്. അപ്പോൾ ഇവിടെ സാറ എഴുതുന്നതിൻ്റെ ക്ലോസപ്പ് ദൃശ്യം ക്യാമറയിൽ കാണുന്നു. അതേസമയം അവളുടെ പെൻസിലിൻ്റെ മുന ഒടിയുകയും ചെയ്യുന്നു. അലി പുട്സ് ഹിസ് പെൻസിൽ ഓൺ ദ നോട്ട്ബുക്ക് ഫോർ ഹെർ ടു റൈറ്റ്. അങ്ങനെ അലിയുടെ കയ്യിലുള്ള പെൻസിൽ അവൾക്ക് എഴുതുന്നതിന് വേണ്ടിയിട്ട് നോട്ട്ബുക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നു. സാറ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ, അവൾ അതെടുക്കുന്നില്ല. ക്ലോസപ്പ് ഓഫ് പെൻസിൽ ലൈയിങ് ഓൺ ദ ബുക്ക്. ഈ സമയത്ത് ബുക്കിൻ്റെ മുകളിൽ കിടക്കുന്ന പെൻസിലിൻ്റെ ആ ഒരു ക്ലോസപ്പ് ദൃശ്യം ക്യാമറയിൽ കാണുന്നു. ഓക്കെ സ്റ്റുഡൻസ്, ദിസ് ഈസ് ദ സ്ക്രിപ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഷോസ് ബൈ Majid Majidi. Okay, here the writer beautifully depicts the worries and concerns of an average Iranian family. തന്നെ ദുഃഖം, സാന്ത്വനവും ദുഃഖങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്, വരച്ച് കാട്ടുകയാണ് ഈ ഒരു സ്ക്രിപ്റ്റിലൂടെ മജീദ് മജീദി. So I think all of you got the idea about this script. Okay, so the thing is that this topic is over, then you have to answer
this textual questions. There are 12 questions are there. You have to answer it. Okay. Yes. And after that, there is an activity. Okay. There is some topics are there. Based on the topic, that is, you have to prepare a script, and based on that script, you have to prepare a video of any of the following themes. ഇപ്പോൾ ചോദ്യോത്തരങ്ങൾ 12 ഉണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതുക. ഇവിടെ പ്രവർത്തനം ഒന്ന് മാത്രമാണുള്ളത്. അതിൻ്റെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഒരു സ്ക്രിപ്റ്റ് ഇതും പറഞ്ഞിരിക്കുകയാണ്. താഴെ കുറച്ച് വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ആ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ചെറിയൊരു വീഡിയോയും തയ്യാറാക്കുക. Okay, leadership quality, unity of people, incidents of bravery, child labor, evils of smoking or alcoholism, wasting food, അങ്ങനെ കുറേ ടോപ്പിക്സ് ഉണ്ട് അല്ലേ. ബാലവേലയുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് ധൈര്യത്തിൻ്റെ സംഭവങ്ങൾ, ധൈര്യം അല്ലേ. അതുപോലെ തന്നെ ആളുകളുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്നത്, നേതൃപാടവത്തെ സൂചിപ്പിക്കുന്നത്, അതുപോലെ തന്നെ പുകവലിക്കെതിരെ, മദ്യപാനം അതിനെതിരെ, ഭക്ഷണം പാഴാക്കുന്നതിനെതിരെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ടോപ്പിക്കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. അത് മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യുക. ഓക്കെ, ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അത് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. താഴെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സഹായകമാകുന്ന വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് താഴെ കാണാം. ഓക്കെ, എനിവേ ദിസ് ടോപ്പിക്, okay, the topic my sister's shoes is over. We can wind up here. We can discuss another topic. Okay, stay home, stay safe, have a nice day. Thank you.